ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RF മൊഡ്യൂളാണ്. ഇത് നമ്മൾ റേഡിയോ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മൾ രണ്ട് ആർഡിനൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇത് ചെറിയൊരു മൊഡ്യൂളാണ്, അതായത് ചെറിയ പരിപാടിക്ക് പറ്റിയ മൊഡ്യൂളാണ്. നമ്മളെ വലിയ പരിപാടി എന്തെങ്കിലും നടക്കില്ല. ഇത് നമ്മൾ ആൻറ്റിനൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് പവർ സപ്ലൈ ഒക്കെ 5 വോൾട്ടിനാക്കി കൊടുത്ത് സ്റ്റേബിളുള്ള പവർ സപ്ലൈ ഒക്കെ കൊടുത്താൽ നമുക്ക് 100 മീറ്റർ വരെ റേഞ്ച് കിട്ടുമെന്നാണ് പറയുന്നത്. ആൻറ്റിനൊക്കെ കറക്റ്റ് ആയിരിക്കണം. നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് നമുക്കൊരു 50 മീറ്ററിൻ്റെ ഉള്ളിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഡാറ്റ റിസീവ് ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്, ഇതിൽ നമ്മളെ സെർവോ മോട്ടറിൻ്റെ ലൈബ്രറി വർക്കാവില്ല. അതിപ്പോൾ നമ്മൾ സെർവോൻ്റെ കോഡ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മളെ വോയിഡ് ലൂപ്പിലോ സെറ്റപ്പിലോ ആയിട്ട് എഴുതിയിട്ടാലും സംഭവം വർക്കാവണില്ല. അതാണ് ഞാൻ ഇതിൽ കണ്ട ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. ഇതിൽ 2 കമ്പോണൻസ് ഉണ്ട്, ഒന്ന് ട്രാൻസ്മിറ്ററും മറ്റത് റിസീവറും. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ RC കാർ പോലത്തെ പ്രൊജക്ഷനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ പുതിയൊരു ലൈബ്രറി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ബാക്കിയുള്ള ലൈബ്രറിയൊക്കെ കുറച്ച് കോംപ്ലക്സ് ആണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും റിസീവ് ചെയ്യാനൊക്കെ നമ്മളൊരു ലൈബ്രറി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ ലൈബ്രറി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും. അതിപ്പോൾ ഒരു നോർമൽ ഡാറ്റ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു അരേ ഡാറ്റ ആയിക്കോട്ടെ, ഏതാണെങ്കിലും നമുക്ക് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾ പ്രൊജക്ട്സിൽ എറർ ഒന്നും വരാതിരിക്കാനും ഫസ്റ്റ് തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് പ്രൊജക്ട്സ് ചെയ്തോളി. അപ്പോൾ നിങ്ങൾക്ക് എറർ വരാനുള്ള ചാൻസ് കുറയും. ഓക്കെ, ഇനി നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ട്രാൻസ്മിറ്ററിൻ്റെ സൈഡിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ആർഡിനോ നാനോ ആണ്, അത് ഓൾഡ് ബോർഡാണ്. അതേപോലെ റിസീവറിൻ്റെ സൈഡിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ആർഡിനോ UNO ആണ്. അപ്പം മൈക്രോ കൺട്രോളറൊക്കെ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ഏതുമാണ് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് സർക്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ സ്ക്രീനിൽ ഒരു സർക്യൂട്ട് കാണിക്കുന്നുണ്ട്, അതേപോലെ നിങ്ങൾ സർക്യൂട്ട് ചെയ്യണം. അതിനുശേഷം കാര്യങ്ങളൊക്കെ മനസ്സിലായതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോ സർക്യൂട്ടും ഉണ്ടാക്കാവുന്നതാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് വയറിംഗ് ഒന്ന് തീർത്തിടാം. ഓക്കെ, ഇനി നമുക്ക് RF മൊഡ്യൂളുടെ റേഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ആൻറ്റിന സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 17 സെൻറ്റിമീറ്ററിലുള്ള 2 കോപ്പർ വയറാണ്. അതിൻ്റെ എഡ്ജിൽ നിന്ന് ഒരു 1.5 സെൻറ്റിമീറ്റർ വിട്ടിട്ട് നമ്മളൊരു കർവ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബ്രെഡ് ബോർഡിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. നമ്മൾ RF മൊഡ്യൂളിൻ്റെ കേസിൽ 17.3 സെൻറ്റിമീറ്ററുള്ള ഒരു ആൻറ്റിനക്കാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആൻറ്റിന സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ കോപ്പർ വയർ വെച്ചിട്ട് നമ്മൾ കോയിൽ ഉണ്ടാക്കണം. ഇതേപോലെ സർക്കിൾ ചുറ്റിയിട്ട് നമ്മൾ കോയിൽ ഉണ്ടാക്കണം. നമുക്കിവിടെ 2 ആൻറ്റിന ആവശ്യമുണ്ട്, ഒന്ന് ട്രാൻസ്മിറ്ററിനും ഒന്ന് റിസീവറിനും. ഗൈസ്, അപ്പോൾ സർക്യൂട്ടൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ പ്രോഗ്രാമിങ്ങിലേക്ക് കയറാം. അപ്പം നമ്മൾ പ്രോഗ്രാമിങ്ങിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈബ്രറി ഞാൻ ക്രിയേറ്റ് ചെയ്തത് Windows 11-ലാണ്. പക്ഷേ Windows 11 ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അത് വർക്കായിട്ടില്ല. Windows 10-ലാണ് അത് പ്രോപ്പറായിട്ട് വർക്കായത്. എനിക്ക് തോന്നുന്നത് Windows 11 ഇതുവരെ സെറ്റായിട്ടില്ല. നമ്മൾ NodeMCU ഒക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ബ്ലിങ്കിൽ സാറെ കാണിക്കുന്നില്ല, അങ്ങനത്തെ കുറേ എററുകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ Windows 10 തന്നെ മാക്സിമം ചെയ്യാൻ നോക്കുക.
അപ്പോൾ ഇനി നമുക്ക് ആർഡിനോ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു RFൻ്റെ ലൈബ്രറി ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് ആ ലൈബ്രറി. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ടാവും. അപ്പം ഇത് നമ്മൾ ഇവിടുത്തെ കോപ്പി ചെയ്തിട്ട് ആർഡിനോ IDEൻ്റെ ലൈബ്രറീസ് കൊണ്ട് എത്തിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ദിസ് PC എടുക്കണം. ദിസ് PCയിൽ ഡോക്യുമെൻറ്റ്സ്, അവിടെ ആർഡിനോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോൾഡർ ഉണ്ടാവും. നിലവിലിപ്പം എനിക്കിവിടെ ലൈബ്രറീസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഇല്ല. അതിന് കാരണം ഞാനിവിടെ പുതിയ ആർഡിനോ IDE ആണ്, ഞാനൊരു ലൈബ്രറി ഡൗൺലോഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്കിവിടെ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ന്യൂ ഫോൾഡർ ഇവിടെ നമ്മൾ ലൈബ്രറീസിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിങ്ങൾക്ക് ലൈബ്രറീസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഓൾറെഡി കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഈ ഫയൽ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതേപോലെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ലൈബ്രറീസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഫയൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യണം. ഇതൊരു സിപ്പ് ഫയലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 7-zip WinRAR പോലത്തെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഞാനിപ്പം 7-zip ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കണം. അപ്പം നമ്മളെ സാധനങ്ങളൊക്കെ എക്സ്ട്രാക്റ്റ് ആവും. അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ ഫയൽ. ഈ ലൈബ്രറി പ്രവർത്തിക്കാൻ ആവശ്യമായ ഫയൽസൊക്കെ ഇതിലാണുള്ളത്. അങ്ങനെ 2 ലൈബ്രറീസ്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ആർഡിനോ IDE ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് 2 സ്കെച്ച് വേണം, ഒന്ന് ട്രാൻസ്മിറ്ററിനും ഒന്ന് റിസീവറിനും. ഓക്കെ, ഇത് നമുക്ക് ട്രാൻസ്മിറ്ററായിട്ടും ഇത് റിസീവറായിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് കോഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് #include ലൈബ്രറീൻ്റെ നെയിം RF433MHZ.H എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് അതിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. RF433MHZ. ഒബ്ജക്റ്റിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമ്മളിപ്പം RF എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് ബിറ്റ് പെർ സെക്കൻഡ് കൊടുക്കണം. അത് നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ 3000 ആണ് കൊടുക്കുന്നത്. നമുക്ക് 500ൻ്റെയും 7000ൻ്റെയും ഇടയിലുള്ള ഏത് സംഖ്യ വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. ഇത് ഉദ്ദേശിക്കുന്നത് ഒരു സെക്കൻഡിൽ എത്ര ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമെന്നുള്ളതാണ്. ഇനി നമുക്കൊരു കോമ ഇട്ട് സെക്കൻഡ് പാരാമീറ്റർ, അത് നമ്മളെ TX പിന്നാണ്, നമ്മൾ ആർഡിനോയിലേക്ക് കൊടുത്ത TX പിന്ന്. അപ്പോൾ നമ്മൾ സർക്യൂട്ട് പ്രകാരമാണ് ചെയ്തതെങ്കിൽ 12 ആണ് TX പിന്ന്. അതിനുശേഷം ഒരു കോമയും കൂടി ഇട്ടിട്ട് RX പിന്ന് കൊടുക്കണം. ശരിക്കും നമ്മൾ TX സൈഡിൽ RX പിന്നിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് നമ്മളിവിടെ -1 എന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വെറുതെ ഒരു പിന്ന് വേസ്റ്റ് ആക്കേണ്ട വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് വോയിഡ് സെറ്റപ്പിലേക്ക് വരാം. ഇവിടെ നമ്മൾ RF ഒന്ന് ഇനിഷ്യലൈസ് ചെയ്യണം. RF ലൈബ്രറി ഒന്ന് ഇനിഷ്യലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് RF.init എൻ്റെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ. ഇപ്പം നമ്മളെ ലൈബ്രറി ഇനിഷ്യലൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വോയിഡ് ലൂപ്പിലേക്ക് വരാം. അപ്പം നമുക്കിവിടെ 4 ഡാറ്റ ടൈപ്പാണ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റുന്നത്. ഒന്ന് ഇൻറ്റിജർ, ക്യാരക്ടർ, ഫ്ലോട്ട്, സ്ട്രിങ്. ഇതിൻ്റെയൊക്കെ അറേയും സെൻഡ് ചെയ്യാൻ റിസീവ് ചെയ്യാനും പറ്റും. അറേസ് സെൻഡ് ചെയ്യുന്നതോ റിസീവ് ചെയ്യുന്നതോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇൻറ്റിജർ സെൻഡ് ചെയ്യാം. അപ്പം നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഡാറ്റ വേണം. അപ്പം നമുക്ക് ഡാറ്റ ഉണ്ടാക്കാം. int a = 10. അപ്പോൾ 10 ആണ് നമ്മുടെ ഡാറ്റ. ഇനി ഈ ഡാറ്റ നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് നെയിം ഡോട്ട് സെൻഡ്. അതിനുശേഷം ഇവിടെ നമുക്ക് 2 പാരാമീറ്റർ കൊടുക്കണം. ഒന്ന് ഡാറ്റ ടൈപ്പാണ്, അത് നമ്മൾ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ കൊടുക്കാൻ.
ഓക്കെ. അതിനുശേഷം ഒരു കോമയും കൂടി ഇട്ടിട്ട് വേരിയബിളിൻ്റെ നെയിം, അതായത് ഡാറ്റ. അല്ലെങ്കിൽ നമുക്ക് ഡാറ്റ ഡയറക്റ്റായിട്ടും ഇവിടെ അങ്ങനെ കൊടുക്കാം. നമ്മളിപ്പോൾ വേരിയബിളിൻ്റെ നെയിമാണ് കൊടുക്കുന്നത്. ഈ എ എന്ന് പറഞ്ഞ വേരിയബിളിലാണ് നമ്മളെ ഡാറ്റ ഉള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അതിനുശേഷം ഒരു സെമി കോളൻ കൂടി കൊടുക്കാം. അതിനുശേഷം ചെറിയൊരു ഡിലേയും കൂടി കൊടുക്കാം, ഒരു സെക്കൻഡ്. ഓക്കെ. ഇനി ഈ സെൻഡ് ചെയ്ത ഡാറ്റ നമുക്കിവിടെ റിസീവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്തതായിട്ട് റിസീവറിനെ കോൾ ചെയ്താം. ഫസ്റ്റ് തന്നെ നമ്മൾ ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്യണം. കാഷ് ഇൻക്ലൂഡ് RF433 MHz മെഗാഹെർട്സ് എന്നാണ് ഉദ്ദേശിച്ചത്, .h. അതിനുശേഷം അതിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. RF433 MHz ഒബ്ജക്റ്റിന് നമ്മൾ ഇവിടെയും RF തന്നെയാണ് പേര് കൊടുക്കുന്നത്. പേരൊക്കെ എന്തുവാണ് കൊടുക്കട്ടോ, അതൊക്കെ നമ്മൾ ഇഷ്ടമാണ്. അതിനുശേഷം ബീറ്റ് പെർ സെക്കൻഡ്, അത് നമ്മൾ ട്രാൻസ്മിറ്റിംഗ് സൈഡിൽ എത്രയാണോ കൊടുത്തത് അതന്നെ റിസീവിങ് സൈഡിലും കൊടുക്കണം. നമ്മളിപ്പോൾ 3000 കൊടുക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് പാരാമീറ്റർ നമ്മളെ TX പിന്ന്, അത് ശരിക്കും നമ്മൾ RX സൈഡിൽ TX പിന്നിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് -1 കൊടുക്കാം. അതിനുശേഷം RX പിന്ന്, അത് എത്രയാണ്, സർക്യൂട്ട് പ്രകാരമാണ് ചെയ്തതെങ്കിൽ 8 ആണ്, അപ്പം ആ 8 കൊടുക്കാം. അതിനുശേഷം സെമി കോളൻ. ഇനി നമുക്ക് വോയിഡ് സെറ്റപ്പിലേക്ക് വരാം. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ RF ഒന്ന് ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് RF.init. ഓക്കെ. നമുക്ക് സീരിയൽ മോണിറ്റർ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. വരുന്ന ഡാറ്റേനെ ഒന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ്രോയിഡ് നമ്മളൊരു 9600 ആണ് കൊടുക്കുന്നത്, അതൊക്കെ എത്ര വേണം കൊടുക്കട്ടോ. ഇനി നമുക്ക് ഡാറ്റ റിസീവ് ചെയ്യാം. ഒരു ലൂപ്പിലാണ് നമ്മൾ ഡാറ്റ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്ന ഡാറ്റേനെ എടുത്തു വെക്കാൻ നമുക്കൊരു സ്ഥലം വേണ്ടേ. അതിന് നമ്മളൊരു വേരിയബിൾ ഉണ്ടാക്കണം, ഇൻഡ് എ. ഓക്കെ, ഇൻഡ്. അപ്പോൾ എയിലേക്കാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഡാറ്റ റിസീവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് RF.receive ബ്രാക്കറ്റിൽ ഫസ്റ്റ് പാരാമീറ്ററായിട്ട് ഡാറ്റ ടൈപ്പ് ഇൻഡ്, അത് നമ്മൾ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ വേണം കൊടുക്കാൻ. അതിനുശേഷം ഒരു കോമ ഇട്ടിട്ട് വേരിയബിളിൻ്റെ നെയിം, ഏത് വേരിയബിളിലേക്കാണോ വരുന്ന ഡാറ്റേനെ സ്റ്റോർ ചെയ്യേണ്ടത് ആ വേരിയബിളിൻ്റെ നെയിം. ഓക്കെ, ഇൻഡ് എ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഇപ്പോൾ വരുന്ന ഡാറ്റ സ്റ്റോർ ആവും. നമുക്കിതൊരു ഈഫ് കണ്ടീഷൻ്റെ ഉള്ളിൽ കൊടുക്കാം, എന്നാൽ നമുക്ക് ഡാറ്റ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്ന കുറച്ചും കൂടി വൃത്തിയാവും. ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഡാറ്റ പ്രിൻ്റ് ചെയ്യും. ഇത് നമ്മൾ കണ്ടീഷൻ്റെ ഉള്ളിൽ കൊടുക്കുകയാണെങ്കിൽ ഡാറ്റ എപ്പോഴാണോ റിസീവ് ആവുന്നത് അപ്പം മാത്രമേ ഡാറ്റ പ്രിൻ്റ് ചെയ്യുള്ളൂ. അപ്പം നമ്മളത് ഈഫ് കണ്ടീഷൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഡാറ്റ ഒന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് serial.print എല്ലാം വേരിയബിൾ നെയിം. ഓക്കെ, അപ്പോൾ കോഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 2 ബോട്ടിലേക്കും അപ്ലോഡ് ചെയ്ത് നോക്കാം. ഇപ്പം ട്രാൻസ്മിറ്റർ സൈഡിൽ നമ്മൾ നാനോ ആണ് യൂസ് ചെയ്യുന്നത്. നാനോ എന്ന് പറയുന്നത് എൻ്റെത് COM2 ആണ്. റിസീവിങ് സൈഡിൽ ഞാൻ UNO ആണ് യൂസ് ചെയ്യുന്നത്. UNO അത് COM4 ആണ്. ഓക്കെ, ഈ പ്രോഗ്രാമറും കറക്റ്റാണോ ചെക്ക് ചെയ്യണം കേട്ടോ. ആർഡിനോ നാനോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രോഗ്രാമർ കറക്റ്റാണോ ചെക്ക് ചെയ്യണം. ഇതിപ്പോൾ എൻ്റെ ഓൾഡാണ്, അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഓൾഡ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കോഡൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, കോഡ് അപ്ലോഡ് ആയിട്ടുണ്ട്. സീരിയൽ മോണിറ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ കാണാൻ കഴിയും ഡാറ്റ റിസീവ് ആവുന്നത്. ഇവിടെ കൊടുത്ത 10 എന്ന് പറയുന്ന ഡാറ്റ നമുക്ക് ഈ എ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഇപ്പോൾ റിസീവ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഈ വേരിയബിൾ മാറ്റിയിട്ട് ഇവിടെ ഡയറക്റ്റ് ഡാറ്റ കൊടുത്ത് നോക്കാം. എന്ത് സംഭവിക്കാൻ നോക്കാനോ. ഒരു 200 കൊടുത്ത് നോക്കാം. ആ കോഡ് നമ്മൾ നാനോയിലേക്ക് അപ്ലോഡ് ചെയ്ത്. ഓക്കെ, നമുക്കിവിടെ നോക്കിയാൽ കാണാൻ കഴിയും 200 റിസീവ് ആവുന്നത്. അപ്പം ഇൻറ്റീജർ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാം, എങ്ങനെ റിസീവ് ചെയ്യാം എന്നുള്ളതൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെ ഒരു ക്യാരക്ടർ സെൻഡ് ചെയ്യാം, റിസീവ് ചെയ്യാം എന്നുള്ളത് നോക്കാം.
അപ്പം ഫസ്റ്റ് നമുക്ക് അതിനൊരു ഡാറ്റ വേണം. നമുക്കതൊന്ന് ക്ലിയർ ചെയ്തിടാം. ഇപ്പോൾ ഫസ്റ്റ് ഡാറ്റ വേണം. ഡാറ്റ നമ്മൾ എടുക്കുന്നത് ക്യാർ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഒരു ജി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് കേട്ടോ. ജി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് സെൻഡ് ചെയ്യാം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ rf.send ഫസ്റ്റത്തെ പാരാമീറ്റർ ഡാറ്റ ടൈപ്പ് ക്യാർന്ന് കൊടുക്കണം. ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഡാറ്റ, നമ്മളിപ്പോൾ വേരിയബിളിലാണ് ഡാറ്റ ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതേപോലെയും ഡാറ്റ കൊടുക്കാം. നമ്മളിപ്പോൾ വേരിയബിളിലാണ് ഡാറ്റ ഉള്ളത്. ഓക്കെ, ഇനി റിസീവിങ് സൈഡിൽ വരുന്ന ഡാറ്റേനെ എടുത്തു വെക്കാൻ നമുക്കൊരു വേരിയബിൾ വേണം, ക്യാർ ഓക്കെ. ഇനി ആ ഡാറ്റ നമുക്ക് റിസീവ് ചെയ്യാം. if rf.receive ഫസ്റ്റ് പാരാമീറ്റർ ഡാറ്റ ടൈപ്പ്, സെക്കൻഡ് പാരാമീറ്റർ വേരിയബിൾ നെയിം, ഏത് വേരിയബിളിലേക്കാണോ സ്റ്റോർ ചെയ്യേണ്ടത് ആ വേരിയബിളിൻ്റെ നെയിം. ഓക്കെ, ഇനി നമുക്ക് ആ വരുന്ന ഡാറ്റേനെ ഒന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. serial.print ln വേരിയബിളിൻ്റെ നെയിം. ഓക്കെ, ഇനി നമുക്കതൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. നമ്മളെ ഇൻറ്റീജർ ഡാറ്റ ഇപ്പോൾ റിസീവ് ആയിക്കോ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നോക്കാം. ഇതാ ഇവിടെ ജി റിസീവ് ആവുന്നുണ്ട്, നമ്മളെ ക്യാരക്ടർ ഇവിടെ റിസീവ് ആവുന്നുണ്ട്. അപ്പം ക്യാരക്ടറും എങ്ങനെ സെൻഡ് ചെയ്യുക റിസീവ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. ജസ്റ്റ് ചെറിയൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഡാറ്റ ടൈപ്പ് ഇവിടെ കൊടുക്കുക, അതേപോലെ തന്നെ അതിലേക്ക് വാലിഡ് ആയിട്ടുള്ള ഡാറ്റ കയറ്റുക. റിസീവിങ് സൈഡിൽ അതേപോലെ തന്നെ ഫസ്റ്റ് ഡാറ്റ ടൈപ്പ്, പിന്നെ വേരിയബിളിൻ്റെ നെയിം. ഇനി നമുക്കൊരു ഫ്ലോട്ടിംഗ് ഡാറ്റ എങ്ങനെ സെൻഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് ക്ലിയർ ചെയ്ത് തരാം. റിസീവിങ് സൈഡിൽ ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഡാറ്റ ഉണ്ടാക്കാം. ഫ്ലോട്ട് ഒരു പൈ എടുക്കാം. പൈക്കൽ ടു 3.14 പൈൻ്റെ വാല്യൂ. ഇനി നമുക്കതൊന്ന് സെൻഡ് ചെയ്യാം. rf.send ഫസ്റ്റ് ഡാറ്റ ടൈപ്പ് float ഫ്ലോട്ട്. അതിനുശേഷം വേരിയബിളിൻ്റെ നെയിം അല്ലെങ്കിൽ ഡാറ്റ പയ്യെന്ന് കേട്ടോ, പായല്ല. ഓക്കെ, വേരിയബിളിൻ്റെ നെയിം അല്ലെങ്കിൽ ഡാറ്റ. ഓക്കെ, ഇനി നമുക്ക് റിസീവ് ചെയ്യാം. റിസീവിങ് സൈഡിൽ ഫസ്റ്റ് വരുന്ന ഡാറ്റേനെ എടുത്തു വെക്കാൻ നമുക്കൊരു വേരിയബിൾ വേണം. അപ്പം നമുക്ക് ആ വേരിയബിൾ ഉണ്ടാക്കാം. ഫ്ലോട്ട് പൈ. അതിനുശേഷം ഡാറ്റ റിസീവ് ചെയ്യാം. ഇഫ് rf.receive ഫസ്റ്റ് ഡാറ്റ ടൈപ്പ്, സെക്കൻഡ് വേരിയബിളിൻ്റെ നെയിം, എടുത്തു വെക്കേണ്ട വേരിയബിളിൻ്റെ നെയിം. ഇനി വന്ന ഡാറ്റേനെ ഒന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. serial.print ln പൈ. ഓക്കെ, ഇനി കോഡൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. സംഭവം സിമ്പിളാണ്. ഫസ്റ്റ് ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കുക, വേരിയബിൾ ഉണ്ടാക്കുക, അതിലേക്ക് നമ്മളൊരു ഡാറ്റ കയറ്റിയിടുക. എന്നിട്ട് ആ ഡാറ്റേനെ സെൻറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഡാറ്റേനല്ല, ഫസ്റ്റ് നമ്മൾ ഡാറ്റ ടൈപ്പാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഡാറ്റ കൊടുക്കണം. അതിനുശേഷം ഈ റിസീവിങ് സൈഡിലാണെങ്കിലും ഫസ്റ്റ് ഡാറ്റ ടൈപ്പ് അവിടുത്തെ പോലെ തന്നെ, പിന്നെ വേരിയബിളിൻ്റെ നെയിം. സിമ്പിളാണ്, ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എനിക്കിതൊന്ന് സെൻഡ് ചെയ്ത് നോക്കാം. എന്തോ സീനുണ്ടല്ലോ. ഓക്കെ, എനിക്ക് കോഡൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. അവിടെ ഒരു സെമിക്കോളൻ്റെ കുറവുണ്ടായിരുന്നു. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ കഴിയും ഡാറ്റ റിസീവ് ആവുന്നുണ്ട്. പൈൻ്റെ വാല്യൂ 3.14, നമ്മളിവിടെ കൊടുത്ത 3.14 ഇവിടെ ഈ പൈയിലേക്ക് എത്തിയിട്ടുണ്ട്.
അപ്പം നമുക്ക് ഫ്ലോട്ടും എങ്ങനെ വയർലെസ് ആയിട്ട് സെൻഡ് ചെയ്യാം റിസീവ് ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പോൾ ഇൻഡി ക്യാരി ഫ്ലോട്ട് നോക്കി ഇനി നമുക്ക് സ്ട്രിങ് നോക്കാം. അതിന് വേണ്ടിയിട്ട് സ്പേസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിടാം. റിസീവിങ് സൈഡിലും ഒന്ന് ക്ലിയർ ചെയ്തിടാം. അതിനുശേഷം ഫസ്റ്റ് തന്നെ സ്ട്രിങ് ഡാറ്റ വേണം നമുക്ക്. അപ്പോൾ ഡാറ്റ ഉണ്ടാക്കുകയാണ്. സ്ട്രിങ് = എന്തെങ്കിലും ഒരു ഡാറ്റ ആക്കാം. ഹലോ വേൾഡ് കൊടുക്കാം. സെമിക്കോളൻ. ഓക്കെ, ഇനി ഈ ഡാറ്റ സെൻഡ് ചെയ്യാം. rf.send ഫസ്റ്റ് ഡാറ്റ ടൈപ്പ്. അപ്പം നമ്മൾ സ്ട്രിങ് കൊടുക്കും. സ്ട്രിങ്ങിൻ്റെ S ക്യാപിറ്റലാണ്. അതിനുശേഷം ഡാറ്റ അല്ലെങ്കിൽ വേരിയബിളിൻ്റെ നെയിം. സ്പേസ് ഒന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. സ്പേസൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ഇനി വരുന്ന ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാനൊരു വേരിയബിൾ വേണം. അപ്പോൾ ആ വേരിയബിൾ ഉണ്ടാക്കണം. സ്ട്രിങ് A. ഓക്കെ, ഇനി നമുക്ക് ഡാറ്റ റിസീവ് ചെയ്യാം. if rf.receive ഫസ്റ്റ് ഡാറ്റ ടൈപ്പ് സ്ട്രിങ്, രണ്ടാമത് വേരിയബിളിൻ്റെ നെയിം. ഈ സ്ട്രിങ് ഡാറ്റ റിസീവ് ആവുമെന്ന് നോക്കാം. ഇനി നമുക്ക് ആ വരുന്ന ഡാറ്റേനെ ഒന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് serial.println ഡാറ്റ അല്ല വേരിയബിളിൻ്റെ നെയിം. ഓക്കെ, ഇനി നമുക്ക് ഈ കോഡ് ഒന്ന് അപ്ലോഡ് ചെയ്ത് വെക്കാം. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ കഴിയും നമ്മൾ 3.14 ഇപ്പോൾ റിസീവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ കഴിയും ഹലോ വേൾഡ് ഇവിടെ റിസീവ് ആകുന്നുണ്ട്. അപ്പോൾ സെറ്റാണ്. നമ്മളെ സ്ട്രിങ്ങും ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും, റിസീവ് ചെയ്യാനും പറ്റും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. സിമ്പിളാണ്. സിമ്പിളായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, റിസീവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അറേ നോക്കാം. അറേ ഇൻഡി ക്യാരി ഫ്ലോട്ട് സ്ട്രിങ് ഇതിൻ്റെയൊക്കെ അറേ നോക്കാം. അറേ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, എങ്ങനെ റിസീവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്കതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിടാം. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു അറേ വേണം. സെൻഡ് ചെയ്യാനൊരു അറേ വേണം. നമ്മൾ ഫസ്റ്റ് ഇൻറ്റിജറാണ് നോക്കുന്നത്. അപ്പം ഇൻഡി A ഒരു 5 സൈസുള്ള ഒരു അറേ. അതിലേക്ക് നമുക്ക് 5 ഡാറ്റ കയറ്റണം. 1 2 3 4 5 5 ഡാറ്റ നമ്മളിപ്പോൾ ഈ അറേയിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഇൻറ്റിജർ അറേയാണ്. ഇനി നമുക്ക് ഈ അറേ സെൻഡ് ചെയ്യണം. അപ്പം അതും സിമ്പിളാണ്. rf.send array ഇതാണ് ഈ കീവേഡ്. അതിനുശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് ഡാറ്റ ടൈപ്പ്, അത് നമ്മൾ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലാണ് കൊടുക്കാൻ. സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് വേരിയബിളിൻ്റെ നെയിം, അറേ വേരിയബിളിൻ്റെ നെയിം. തേർഡ് പാരാമീറ്റർ ആയിട്ട് അറേൻ്റെ സൈസ്. ഇവിടുത്തെ അറേൻ്റെ സൈസ് എത്ര? 5. അപ്പോൾ ആ 5 ഇവിടെയും കൊടുക്കണം. ഓക്കെ, ഇനി നമുക്കൊരു ഡിലേ കൊടുക്കാം. 1 സെക്കൻഡ് ഡിലേ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി റിസീവർ സൈഡ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ വരുന്ന അറേനെ എടുത്തു വെക്കാനൊരു സ്ഥലം വേണം. അതിന് ഇവിടെ ഒരു അറേ വേണം. അപ്പോൾ അതിന് ഇൻഡി A5 പേരൊക്കെ നമുക്ക് എന്താണ് കൊടുക്കട്ടോ. അറേൻ്റെ നെയിം 5 സൈസിലൊരു ഇൻറ്റിജർ അറേ ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ അറേയിലേക്ക് നമ്മൾ ഡാറ്റ റിസീവ് ചെയ്യണം. അപ്പം if rf.receive array എന്നാണ് കീവേഡിൻ്റെ പേര്. റിസീവ് അറേ എന്നാണ് നമ്മളെ ഫംഗ്ഷൻ്റെ പേര്. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഫസ്റ്റത്തെ പാരാമീറ്റർ ഡാറ്റ ടൈപ്പ്, സെക്കൻഡ് പാരാമീറ്റർ വേരിയബിളിൻ്റെ നെയിം അവിടെ ചെയ്ത പോലെ തന്നെയാണ്. തേർഡ് പാരാമീറ്റർ അറേൻ്റെ സൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഡാറ്റ ഇപ്പോൾ റിസീവ് ആയിട്ടുണ്ട്.
റിസീവ് ആയിട്ടുണ്ട് എന്നല്ല, ഈ കോഡ് എക്സിക്യൂട്ട് ആകുമ്പോൾ ഡാറ്റ റിസീവ് ആവും. ഇനി റിസീവ് ആയ ഡാറ്റ ഈ അരേനെ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. നമുക്ക് അര പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ ലൂപ്പൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ അതിന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഒരു ഫോർ ലൂപ്പ് ഉണ്ടാക്കി, അതിനുശേഷം സീരിയൽ പ്രിൻറ്റിൽ ജസ്റ്റ് ഒരു സ്പേസ് മാത്രം ഇട്ട് വെച്ച്. അതായത് ഇതൊക്കെ ചെയ്യുന്നത് അര പ്രിൻ്റ് ചെയ്യുമ്പോൾ അത് കുറച്ച് വൃത്തിയായിട്ട് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ താഴെ ഒരു സീരിയൽ ഡോട്ട് പ്രിൻ്റ് എല്ലാം കൊടുത്ത് ന്യൂ ലൈൻ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു. ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 0 1 2 3 4 ഓരോരോ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സാധാരണ ഫോർ ലൂപ്പാണ് സാധനം. നമുക്കത് ക്ലിയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഡാറ്റ റിസീവ് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും അരയൊക്കെ കറക്റ്റായിട്ട് റിസീവ് ആവുന്നുണ്ട്. നമുക്കിവിടെ ഒരു ഡാറ്റ ദിവസം വരുന്നില്ല, കറക്റ്റായിട്ട് നമ്മളെ എലമെൻറ്റ്സൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇതുവരെ റിസീവായ ആരെയിലൊന്നും ഒരു മിസ്റ്റേക്ക് പോലും വന്നിട്ടില്ല. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളെ ഇൻറ്റീജർ അര റിസീവ് ആവുന്നുണ്ട്, എററൊന്നുമില്ല. അപ്പം എങ്ങനെ ഇൻറ്റീജർ അര ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്. ഈ സെൻഡ് നിങ്ങളടുത്ത് സെൻഡ് അരയെന്ന് കൂടിയേ ഉള്ളൂ. പിന്നെ ഒരു തേർഡ് പാരാമീറ്ററായിട്ട് അരേൻ്റെ സൈസും വരും. ഇവിടെ അതേപോലെ തന്നെ. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്യാരക്ടർ അര സെൻഡ് ചെയ്തിട്ട് റിസീവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിടാം. വോയിഡ് ലൂപ്പ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിടാം. ഇവിടെയും അതേപോലെ തന്നെ വോയിഡ് ലൂപ്പ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് സെൻഡ് ചെയ്യാൻ ഒരു ക്യാരക്ടർ അര വേണം. അപ്പോൾ ആ അര നമുക്ക് ഉണ്ടാക്കാം. ഒരു നെയിം കൊടുക്കണം, അരയ്ക്ക് എന്ന് കൊടുക്കാം. എന്നിട്ട് അരയ്ക്ക് ഒരു സൈസ് കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു 5 സൈസ് കൊടുക്കുന്നത്. സൈസൊക്കെ നമുക്ക് എത്ര വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, സീനൊന്നുമില്ല. അതിന് ശേഷം കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പം ഹലോ എന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ ക്യാരക്ടറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, HELLO ഇത് 5 ഉണ്ടെന്നാണ് തോന്നുന്നത്. 1 2 3 4 5 അരയുണ്ട്. ഇനി നമുക്ക് ഈ അരേനെ സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്യാൻ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് സെൻഡ് അരേ. അതിനുശേഷം ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് ഡാറ്റ ടൈപ്പ് ക്യാർ, സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് അരേൻ്റെ നെയിം, തേർഡ് പാരാമീറ്റർ ആയിട്ട് അരേൻ്റെ സൈസ്. ഓക്കെ, ശേഷം ഒരു ഡിലേ, ഒരു സെക്കൻഡ് ഡിലേ ഒക്കെ നമുക്ക് നമ്മൾ ഇഷ്ടത്തിന് കൊടുക്കാം കേട്ടോ, സീനൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ഡാറ്റ ഒന്ന് റിസീവ് ചെയ്യാം. ഓക്കെ, റിസീവർ സൈഡിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന ഡാറ്റേനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വേണം. അപ്പോൾ നമുക്ക് ആ അരയെ കൂടി ഉണ്ടാക്കാം. ഈ വരുന്ന ഡാറ്റേനെ സ്റ്റോർ ചെയ്യാനുള്ള അര A5. ഇവിടുത്തെ അരേൻ്റെയും സൈസൊക്കെ സെയിം ആയിരിക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ അര സെറ്റാക്കിയിട്ടുണ്ട്, ക്യാരക്ടർ അര. അതിനുശേഷം നമുക്ക് ഡാറ്റ റിസീവ് ചെയ്യാം. ഇഫ് rf ഡോട്ട് റിസീവ് അര. ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് ഡാറ്റ ടൈപ്പ് ക്യാർ, സെക്കൻഡ് പാരാമീറ്റർ അരേ നെയിം, തേർഡ് പാരാമീറ്റർ അരേ സൈസ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ അരേനെ ഒന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, നമ്മൾ അര പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും ഫോർ ലൂപ്പ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന്. ഇൻഡ് i = 0 i greater than 5
ഐ പ്ലസ് പ്ലസ്. ഓക്കെ, ഇനി നമുക്കൊന്ന് വൃത്തിയായിട്ട് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. സീരിയൽ ഡോട്ട് പ്രിൻ്റ്. ഫസ്റ്റ് അവർക്ക് പ്രിൻ്റ് കൊടുത്തിട്ട് കുറച്ച് സ്പേസ് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. കുറച്ച് വൃത്തിയിൽ പ്രിൻ്റ് ആയിക്കോട്ടെ. രണ്ടാമത് നമുക്ക് അര പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. സീരിയൽ ഡോട്ട് പ്രിൻ്റ് അര എ ഓഫ് ഐ അര പ്രിൻ്റ് ആവും. അതിനുശേഷം ഈ സാധനം ഒന്ന് ഒഴിവാക്കട്ടെ. അതിനുശേഷം താഴെ ഫോർ ലൂപ്പിൻ്റെയും താഴെ നമുക്ക് ഒരു പ്രിൻ്റ് എല്ലാം കൊടുക്കണം. സീരിയൽ ഡോട്ട് പ്രിൻ്റ് എല്ലാം. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് താഴേക്ക് വരാനാണ്. അതായത് ഒരു പ്രാവശ്യം റിസീവ് ആയ അരേനെ നമ്മൾ നേരെ പ്രിൻ്റ് ചെയ്യിപ്പിക്കും. രണ്ടാമത്തെ തവണ റിസീവ് ആവുന്ന അരേനെ തൊട്ട് താഴത്തെ ലൈനിൽ പ്രിൻ്റ് ചെയ്യിപ്പിക്കും. അതിനാണ് ഇവിടെ നമ്മൾ എല്ലാം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇനി നമുക്ക് ഈ കോഡൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, 2 ഡിവൈസിലേക്കും കോഡ് അപ്ലോഡ് ആവുന്നുണ്ട്. കമ്പയറിങ് ഡണ്ണ്. അപ്ലോഡിങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കി നോക്കാം. എന്താ ഇവിടെ ഹലോ എന്നുള്ള ഡാറ്റ റിസീവ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹലോ. അപ്പം ക്യാരക്ടറും നമുക്ക് സെറ്റായിട്ട് റിസീവ് ആവുന്നുണ്ട്. എററൊന്നുമില്ല, കറക്റ്റായിട്ട് നമുക്ക് റിസീവ് ആവുന്നുണ്ട്. ക്യാരക്ടറൊക്കെ നമുക്ക് എറർ ഇല്ലാണ്ട് തന്നെ റിസീവ് ആവും കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയപ്പോഴൊക്കെ ഒരു എററും ഇല്ലാണ്ട് കറക്റ്റ് ഡാറ്റ തന്നെ എനിക്ക് റിസീവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാരക്ടറും എങ്ങനെ സെൻഡ് ചെയ്യണം, എങ്ങനെ റിസീവ് ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്കൊരു ഫ്ലോട്ടിംഗ് അറേ അതെങ്ങനെ സെൻഡ് ചെയ്യാം, എങ്ങനെ റിസീവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിടാം. വേർഡ് ലൂപ്പ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിടാം. ഇവിടെ എപ്പോഴും ഹലോ റിസീവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ക്യാരക്ടർ. ഓക്കെ, എന്തായാലും നമുക്ക് തന്നെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് സെൻഡ് ചെയ്യാനുള്ള അര ഉണ്ടാക്കാം. നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ ഒരു ഡാറ്റ വേണമല്ലോ. അപ്പം ആ അര ഉണ്ടാക്കാം. ഫ്ലോട്ട് അരേൻ്റെ നെയിം എന്തോ അവിടെ കൊടുക്കാം. നമ്മളിപ്പം ഏത് തന്നെയാണ് കൊടുക്കുന്നത്. ഒരു 5 ആണ് നമ്മൾ സൈസ് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 5 ഡാറ്റ നമ്മൾ ഈ അരയിലേക്ക് ലോഡ് ചെയ്യണം. 1.11. ഓക്കെ, 5 ഡാറ്റ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 5 ഡാറ്റേനെ സെൻഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് rf ഡോട്ട് സെൻഡ് അരേ ഫസ്റ്റ് പാരാമീറ്റർ ഡാറ്റ ടൈപ്പ് FLOIT. സെക്കൻഡ് പാരാമീറ്റർ നമ്മൾ അരേൻ്റെ നെയിം. തേർഡ് പാരാമീറ്റർ അരേൻ്റെ സൈസ്. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു ഡിലേ ഒരു സെക്കൻഡ് എന്നോട്ടെ. ഇനി നമുക്ക് റിസീവർ സൈഡിലേക്ക് വരാം. റിസീവർ സൈഡിൽ നമുക്ക് വരുന്ന ഡാറ്റേനെ എടുത്തു വെക്കാനൊരു സ്ഥലം വേണം. അതായത് വരുന്ന അരേനെ സ്റ്റോർ ചെയ്യാനൊരു അര വേണം. അപ്പം നമുക്ക് ആ അര ഉണ്ടാക്കണം. ഫ്ലോട്ട് എ ഓഫ് 5. സൈസൊക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ശേഷം നമുക്ക് ആ അര അങ്ങോട്ട് റിസീവ് ചെയ്യാം. rf ഡോട്ട് റിസീവ് അരേ. ഫസ്റ്റ് പാരാമീറ്റർ ഡാറ്റ ടൈപ്പ്, സെക്കൻഡ് പാരാമീറ്റർ അരേ നെയിം, തേർഡ് പാരാമീറ്റർ അരേ സൈസ്. ഓക്കെ, അരപ്പോൾ റിസീവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരേനെ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. അപ്പം ഫോർ ലൂപ്പിന് ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ പോലെ തന്നെ കേട്ടോ ചെയ്യുന്നത്. സീരിയൽ ഡോട്ട് പ്രിൻ്റ് ഫസ്റ്റ് നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കും. രണ്ടാമതാണ് നമ്മളെ അരേനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നത്. ലാസ്റ്റ് നമ്മളൊരു എല്ലാം കൂടി കൊടുക്കും. ഇനി നമുക്ക് ഈ കോഡൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഈ ഒറ്റ കീവേഡ് യൂസ് ചെയ്താൽ തന്നെ ആരും റിസീവ് ഔട്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് നോക്കി അവിടെ കാണാൻ കഴിയും ആരെ അവിടെ കറക്റ്റായിട്ട് റിസീവ് ആവുന്നുണ്ട്.
നമ്മളിവിടെ എന്ത് അരയാണോ ഇങ്ങോട്ടേക്ക് സെൻഡ് ആക്കിയത് ആ അര ഇവിടെ കറക്റ്റായിട്ട് റിസീവ് ആവുന്നുണ്ട്. അപ്പം അര സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എററൊന്നും വരില്ല. കറക്റ്റ് സെൻഡ് ചെയ്യുന്ന ഡാറ്റ നമുക്ക് ഇവിടെ റിസീവായി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം എങ്ങനെ ഫ്ലോട്ടിങ് അറേ സെൻഡ് ചെയ്യണം, റിസീവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അരേൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളെ അര സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനുള്ള ടൈം കൂടും. ഓക്കെ, ഇനി നമുക്കൊരു സ്ട്രിങ് അറേ എങ്ങനെ സെൻഡ് ചെയ്യാം, എങ്ങനെ റിസീവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പം ഫസ്റ്റ് തന്നെ ഒരു ലൂപ്പ് ഫുള്ള് ക്ലിയർ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രിങ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മളൊരു പ്രോബ്ലം ഫേസ് ചെയ്യാണ്ട്. കാരണം ഈ സ്ട്രിങ് ഡാറ്റ ഇൻറ്റീജർ ക്യാരക്ടറൊക്കെ പോലെ സിമ്പിളായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും കുറച്ച് ടൈം ഡിലേ ഉണ്ട്. നമ്മൾ എത്ര ഫാസ്റ്റായിട്ട് നോക്കിയാലും കുറച്ച് ടൈം ഡിലേ എടുക്കും. കാരണം ഈ സ്ട്രിങ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഡാറ്റ ടൈപ്പ്, നല്ല സൈസുള്ള ഡാറ്റയാണ്. അതിനോടൊപ്പം നമ്മൾ അതിൻ്റെ അരയാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ സ്ട്രിങ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ നമുക്കൊരു ഡാറ്റ വേണം, ഒരു സ്ട്രിങ് അര വേണം. അര എന്തെങ്കിലും ഒരു ഡാറ്റ. ഓക്കെ, നമുക്കൊരു 5 വേണ്ട, ഒരു രണ്ടാണ് നമ്മൾ സൈസ് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഡാറ്റ കയറ്റാം. ഒരു ഹലയും ഒരു വേൾഡും. അപ്പം ഈ 2 സ്ട്രിങ്ങാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് ആ സ്ട്രിങ് സെൻഡ് ചെയ്യാം. അതിന് rf.send അരേ, rf.send അരേ. ഫസ്റ്റ് പാരാമീറ്റർ ഡാറ്റ ടൈപ്പ്, സെക്കൻഡ് പാരാമീറ്റർ അരേൻ്റെ നെയിം ഈ സാധനം കേട്ടോ. തേർഡ് പാരാമീറ്റർ അരേൻ്റെ സൈസ്. ഓക്കെ, ഇതൊക്കെ ഇപ്പോൾ മനസ്സിലായി ഉണ്ടാവും. അതിനുശേഷം നമുക്കൊരു ചെറിയ ഡിലേയും കൂടി കൊടുക്കാം. ഡിലേ കൊടുത്താലുണ്ടെങ്കിലും സാധനം സ്ലോ ആണ് കേട്ടോ. ഒരു സെക്കൻഡ് ഡിലേ കൊടുക്കാം. ഇനി നമുക്ക് റിസീവറിനെ കോൾ ചെയ്താം. അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്ന അരേനെ എടുത്തു വെക്കാൻ നമുക്കൊരു അര വേണം. അപ്പോൾ നമുക്ക് ആരെയും കൂടി ഉണ്ടാക്കാം. സ്ട്രിങ് a(2) 2 സൈസ്. ഓക്കെ, ഇനി നമുക്ക് ആ ഡാറ്റേനെ അങ്ങോട്ട് റിസീവ് ചെയ്യാം. rf.receive അരേ. ശിവരെ ബ്രാക്കറ്റിൽ ഫസ്റ്റ് പാരാമീറ്റർ ഡാറ്റ ടൈപ്പ്, സെക്കൻഡ് പാരാമീറ്റർ നമ്മളെ വേരിയബിളിൻ്റെ നെയിം, തേർഡ് പാരാമീറ്റർ അരേൻ്റെ സൈസ്. ഓക്കെ, ഇപ്പോൾ ഡാറ്റ റിസീവ് ആയി ഉണ്ടാവും. ഇനി ആ റിസീവ് ആയ ഡാറ്റ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. നമുക്കിപ്പോൾ ലുക്കൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 2 ഉള്ളൂ, അരേൻ്റെ സൈസ് 2 ഉള്ളൂ. എഴുതി തന്നെ അങ്ങ് പ്രിൻ്റ് ചെയ്യിപ്പിച്ചാൽ മതി. serial.print ഫസ്റ്റ് എല്ലാം കൊടുക്കാം. അതിനുശേഷം serial.print നമ്മളെ ഫസ്റ്റത്തെ ഡാറ്റ a(0). അതിനുശേഷം ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കാം. serial.print. അതിനുശേഷം നമ്മളെ ഫസ്റ്റത്തെ അര a(1). ഓക്കെ, ഇനി കോഡൊന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ബോർഡും പോർട്ടൊക്കെ കറക്റ്റാണ്, ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ഒരു സെമി കോൾഡ് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ എന്താ സീൻ? ഒന്നും കൂടി ഒന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പം 2 ഡാറ്റയും അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ റിസീവ് ആയി വന്നിട്ടുണ്ട്. മിസ്റ്റേക്ക് ഒന്നും ഇല്ലാണ്ട് തന്നെ ആക്ഷൻ ഡാറ്റ തന്നെ നമുക്ക് ഇവിടെ റിസീവ് ആയിട്ടുണ്ട്. അപ്പം a(0) ഫസ്റ്റ് താരയെ റിസീവായി, a(1) രണ്ടാമത്തെ താരയും റിസീവായി. ഓക്കെ, അപ്പം ഇതും എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ പോലെ സ്ട്രിങ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സാധനം കുറച്ച് സ്ലോ ആവും. കാരണം നമുക്ക് ഇത് ചെറിയ ബഡ്ജറ്റ് സാധനമാണ്. ഇത് ചെറിയ ഡാറ്റ ട്രാൻസ്ഫറിന് ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മൾ RC കാർ പോലത്തെ സാധനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അതുകൊണ്ട്
ഈ സ്ട്രിങ് ആരെയൊന്നും ട്രാൻസ്ഫർ ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. പിന്നെ നമ്മളതിനെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ സാധനങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ RF മൊഡ്യൂളിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതേപോലെ നമ്മളുണ്ടാക്കിയ ലൈബ്രറി നിങ്ങളെ പർപ്പസിന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എത്തിക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നടന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.